മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലേക്ക് ബിജെപിക്ക് കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥി ഉണ്ടാകില്ലെന്ന് കുമ്മനം രാജശേഖരൻ. ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയും തലസ്ഥാന മണ്ഡലത്തിൽ വരില്ല. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ജനസമ്മതിയുള്ള നേതാവായിരിക്കും രംഗത്തിറങ്ങുകയെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ന്യൂസ് 18 Q18 കുമ്മനം രാജശേഖരന്റെ പ്രതികരണം. തിരുവനന്തപുരം തലസ്ഥാന മണ്ഡലത്തിൽ താങ്കളുടെ പേരുണ്ടെന്ന് പറഞ്ഞു. പല രീതിയിലുള്ള പേരുകൾ ബിജെപിയുടെ കേന്ദ്ര മന്ത്രിമാരടക്കം വന്നേക്കും എന്ന രീതിയിലൊക്കെ ഉള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്? ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ഉണ്ടാവില്ല. ബിജെപിയിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് ജനസമ്മതിയുള്ള, ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന, ജനങ്ങൾ കണ്ട് അവർക്ക് നല്ല മതിപ്പുള്ള ആളുകളെ തന്നെയാണ് വെക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ അകത്തൊരു അത്ഭുതം ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല. കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികളൊന്നും ഉണ്ടാവില്ല. അവരൊക്കെ സ്ഥാനാർത്ഥികളെല്ലാവരും ജനങ്ങളുമായി ഇടപഴകി, ജനകീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് ജനങ്ങളുടെ സമ്മതി ആർജിച്ച ജനകീയരായിട്ടുള്ള ആളുകളാണ്. ഒരു സ്ഥാനാർത്ഥി അല്ലാത്തവരായിട്ടില്ല. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഇത്തവണ ബിജെപിക്കൊപ്പമുണ്ടെന്നാണ് ഉറച്ച പ്രതീക്ഷയെന്ന് കുമ്മനം രാജശേഖരൻ. ബിജെപിയുടെ പദയാത്രയ്ക്ക് വലിയ സ്വീകരണമാണ് ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്ന് കിട്ടിയത്. കേരളത്തിൽ ക്രൈസ്തവ പുരോഹിതർക്കെതിരെ നിരന്തരം കേസുകൾ എടുക്കുകയാണ് സംസ്ഥാന സർക്കാർ. സമുദായം നേരിടുന്ന അവഗണന തിരിച്ചറിയുന്ന ക്രൈസ്തവർ ബിജെപിക്കൊപ്പം നിൽക്കുമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ ഒരു വ്യക്തമായിട്ടുള്ള പിന്തുണ ഇത്തവണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബിജെപിക്കൊപ്പം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നിങ്ങൾ? തീർച്ചയായിട്ടും അതല്ല. അവരൊക്കെ ഒരു വിരോധം ഉണ്ടാകേണ്ട ഒരു കാര്യമില്ലല്ലോ ഇവിടെ. അവരോട് എപ്പോഴും കഴിഞ്ഞ ഈസ്റ്റർ ദിനാഘോഷത്തിൽ, അതുപോലെ ക്രിസ്തുമസ് ആഘോഷത്തിൽ ഒക്കെ എത്രയോ സന്തോഷത്തോടുകൂടി പാർട്ടി പ്രവർത്തകർ ഓരോ ഗ്രാമങ്ങളിലും ക്രൈസ്തവ വീടുകൾ കയറി ഇറങ്ങി അവർക്ക് നന്മകൾ നേർന്നു, ആശംസകൾ നേർന്നു. അവരൊരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രധാനമന്ത്രി തന്നെ പങ്കെടുത്തിട്ടുണ്ടല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, ഇത്രയും നാളായിട്ട് ഏത് പ്രധാനമന്ത്രി അങ്ങനെ ഒരു ക്രിസ്മസ് ദിനത്തിൽ പോയി ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്തു? ഈ നെഞ്ച് പുലർന്ന് കാണിച്ചാലും ചെമ്പരത്തിപ്പൂവാന്ന് പറയുന്ന ആൾക്കാരുടെ എന്ത് പറയാൻ? ഇത് വോട്ടാകുമോ? അത് അവരതിശയിക്കണം. ആ ചോദ്യം ക്രൈസ്തവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അല്ല, ബിജെപിയുടെ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ. നമുക്കെല്ലാ വോട്ടും കിട്ടണം എന്ന് തന്നെയാണ്. ഇലക്ഷന് മത്സരിക്കുന്നത് ജയിക്കാനാണ്. ജയിക്കണമെങ്കിൽ വോട്ട് വേണം. എല്ലാ വോട്ടും കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതായത് ക്രൈസ്തവ ന്യൂനപക്ഷത്തെ അവഗണിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ വന്ന സർക്കാരുകൾ, സംസ്ഥാന സർക്കാരുകൾ. ഈ കേരളത്തിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ നിന്ദയാണ് ഈ സ്കോളർഷിപ്പ് വിതരണത്തിലും ഒക്കെ കാണിക്കുന്ന ഈ പറയുന്ന മതപരമായ വിവേചനം, അവഗണന. ക്രൈസ്തവ സഹോദരങ്ങൾ എങ്ങനെ സഹിക്കും? കിട്ടുന്ന കോടിക്കണക്കിന് രൂപയിൽ പങ്കുവെക്കുമ്പോൾ 80% മുസ്ലിങ്ങൾക്ക്, 20% ക്രൈസ്തവർക്ക് എന്ന് പറഞ്ഞാൽ അതിനെന്ത് മാനദണ്ഡമുള്ളത്? അതുപോലെ തന്നെ ക്രൈസ്തവ മാനേജ്മെൻറ്റുകളോട് കാണിക്കുന്ന അവഗണന, സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് കാണിക്കുക. അവർ എത്രയോ നാളുകളായിട്ട് അവരുടെ ആക്ഷേപങ്ങളും അവരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും രേഖപ്പെടുത്തുന്നു. ആ അവലാദികൾക്ക് എന്താ ഒരു പരിഹാരം ഉണ്ടാക്കിയത്? അവരായിട്ട് ചർച്ച ചെയ്യാത്തത് എന്താണ്? വേണ്ട. ഇവിടുത്തെ ജാക്കോബൈറ്റ്സ്, ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമുണ്ട്. ഈ സംഘർഷം എത്ര നാളുകളോളാണ്. ഒരു സംസ്ഥാനത്ത് ഇത്രയധികം രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം ഓരോ ദിവസവും രൂക്ഷമായി വരുമ്പോൾ, അതൊരു കീറാമുട്ടിയായിട്ട് നിൽക്കുമ്പോൾ ഇടപെടണ്ടേ? ഇടപെട്ട് രണ്ടു കൂട്ടരെയും വിളിച്ചിട്ട് സംസാരിക്കണ്ടേ? അതിനൊരു ഭരണാധികാരിക്ക് ഉത്തരവാദിത്വമില്ലേ? അതെന്തുകൊണ്ട് നിർവഹിക്കുന്നില്ല? അപ്പോൾ തമ്മിൽ അടിച്ചോട്ടെ എന്നല്ലേ? ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ സമാധാനം ഉണ്ടാകണം. ഏറ്റുമുട്ടലുകൾ പാടില്ല. അതും പ്രത്യേകിച്ച് രണ്ട് വിഭാഗങ്ങൾ തന്നു. അത് ഒരു മേശയ്ക്ക് ചുറ്റും ഒന്നോ രണ്ടോ പല വട്ടം സംസാരിക്കണം. കേരളത്തിൽ അയോധ്യ വോട്ടാകുമെന്ന് ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ. ജനങ്ങൾക്കിടയിൽ ഒരു രാമവികാരമുണ്ട്. കേരളം രാമകേരളമാണ്. ത്രേതായുഗത്തിൽ ശ്രീരാമൻ കേരളത്തിലൂടെ യാത്ര ചെയ്തതിന് തെളിവുണ്ട്. ആ വിശ്വാസം പുലർത്തുന്നവരാണ് മലയാളികൾ. അതുകൊണ്ടുതന്നെ അയോധ്യ ഉയർത്തിയ രാമവികാരം കേരളത്തിലും അലയടിക്കും. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും കുമ്മനം രാജശേഖരൻ Q18 പറഞ്ഞു. അയോധ്യ പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമാകുന്നുണ്ട് ദേശീയ തലത്തിൽ. കേരളത്തിലും അത് ബിജെപി മുഖ്യ വിഷയമായിട്ട് ഉയർത്തിക്കാട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഒരു രാമവികാരമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കേരളം രാമകേരളമാണ്. അത് വെറുതെ പറയുന്നതല്ല. ത്രേതായുഗ കാലത്ത് രാമൻ കേരളത്തിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിന് തെളിവുകളുണ്ട്.
ഒന്ന് ശബരി പീഠം, ശബരിമല, ശബരിയാശ്രമം അത് കേരളത്തിലുണ്ട്. കോടിക്കണക്കിന് അയ്യപ്പന്മാർ ശബരി പീഠം ദർശനം നടത്തി പോവുകയാണ്. ശബരി ആശ്രമമുണ്ട്, ജഡായു പാറയുണ്ട്, അവിടെ ജഡായുവിൻ്റെ ശില്പം, അതുപോലെ തന്നെ രാമൻ്റെ ക്ഷേത്രം, ഇതെല്ലാം അവിടെ കാണാൻ കഴിയുന്നു. അതുപോലെ സ്ഥലനാമങ്ങൾ പലതും നോക്കുമ്പോൾ രാമനുമായി ബന്ധപ്പെട്ടതാണ്. നാലമ്പല യാത്ര, അതുപോലെ ഒരു മാസം മുഴുവൻ രാമായണം വായിക്കുന്നു. കേരളത്തിലല്ല വേറെ എവിടെയുള്ളത്. അപ്പോൾ ഒരു രാമവികാരം ഇവിടെയുണ്ട്. അതുകൊണ്ട് കേരളത്തിൻ്റെ പൈതൃകം രാമപൈതൃകമാണ്. തീർച്ചയായിട്ടും ഇവിടെയും ഒരു വലിയ പുനരുജ്ജീവനത്തിൻ്റെ, ഒരു വലിയ നവോത്ഥാനത്തിൻ്റെ, ഒരു രാമ ചിന്തയുടെ ഒരു പുനരുജ്ജീവനം ഉണ്ടാകും. കേരളത്തിന് ഉള്ളത് ഒരു സെക്യുലർ മൈൻഡാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള അതിനു മുമ്പുണ്ടായിട്ടുള്ള വിഷയങ്ങളായിരിക്കും കൂടുതൽ എടുത്തു നിൽക്കുക എന്നുള്ളൊരു കാര്യമാണല്ലോ ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസ്സുകാരും പറയുന്നത് അതാണല്ലോ. അപ്പൊ ആ രീതിയിൽ വർക്കൗട്ട് ആവുന്നതിന് പകരം രാമവികാരം പ്രധാനമായിട്ടും മുന്നിൽ നിൽക്കും, അങ്ങനെയാണോ കരുതുന്നത്? രാമവികാരം ഒരിക്കലും ഇവിടുത്തെ സാമൂഹ്യ സമത്വത്തിനെതിരല്ല, ഇവിടുത്തെ ഭൗതികമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ഉയർന്നു വരുന്നതിനെതിരല്ല, ഇവിടുത്തെ വികസന സങ്കല്പങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വിരുദ്ധമല്ല. പിന്നെന്താ, മനുഷ്യൻ എന്ന് പറയുന്നത് അവർക്ക് ചില ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന വികാരങ്ങളുണ്ട്, വിശ്വാസ സങ്കല്പങ്ങളുണ്ട്. അത് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ, അതിനെയും നമ്മൾ കണക്കിലാക്കണം. അതുകൊണ്ടാണ് സബ്കാ സാത്ത് സബ്കാ വികാസ്, അതോടൊപ്പം തന്നെ സബ്കാ പ്രയാസ് സബ്കാ വിശ്വാസ്, ഇതെല്ലാം വേണം. പ്രധാനമന്ത്രി പറയുന്നത് അതാണ്, സബ്കാ വികാസ്, സബ്കാ സാത്ത്, സബ്കാ വിശ്വാസ്. അതായത് കേന്ദ്ര സർക്കാരിന്റെ വികസന നയങ്ങൾ കൂടി ഇവിടെ തീർച്ചയായിട്ടും. കാരണം ഇവിടെ എല്ലാ വീടുകളും നോക്കിയോ, കേന്ദ്ര സർക്കാരിന്റെ ഗുണഫലങ്ങൾ ലഭിക്കാത്ത വീടുകൾ വളരെ കുറവാണ്. ഇനിയൊരു ഇടവേള.